അപ്പൊ ഈ 2026 ചെറിയ മുതൽ മുടക്കിൽ നല്ലൊരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വീട്ടിൽ എടുത്തു വെക്കുകയാണെങ്കിൽ വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 2026 ഈ ഒരു മെയ് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് ലൂസ് തേയിലിൽ വളരെയധികം വില കുറയുന്നുണ്ട്. അപ്പൊ നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന പല ബ്രാൻഡ് തേയിലകൾക്കും വില നന്നായിട്ട് കുറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബ്രാൻഡ്, തരക്കേടില്ലാത്ത ആളുകൾ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറയാത്ത നല്ലൊരു ബ്രാൻഡ് എടുത്തിട്ട് നമുക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സെന്നി വാലിയുടെ ഒരു ബ്രാൻഡിനെ മുന്നേ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ അത് സ്വയം ഒരു ബ്രാൻഡ് മാത്രമായിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് വിൽപ്പന നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം സെന്നി വാലിയുടെ ആ ഒരു ബ്രാൻഡിന് കംപ്ലൈന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ മുൻ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിന്നാറിന്റെ ഈ ഒരു ബ്രാൻഡൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ എടുത്തു വെച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ഇതിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. കാരണം 35 കിലോ ആണ് ഇതൊരു ബാഗാണ്, 35 കിലോ ആണ് ഇതിന്റെ തൂക്കം കാര്യങ്ങൾ, നെറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ചോ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഡീലറിനെ സമീപിച്ചോ, നിങ്ങൾ എന്തുകൊണ്ടും ഒരു ഓപ്ഷൻ ഡീലറിനെയൊക്കെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വീട്ടിലിരുന്ന് ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്ന വീട്ടമ്മമാരൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേര് നിങ്ങൾ മറന്നു പോകാതെ ഈ ഒരു പേര് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു 60-70 രൂപ വരെയും ഒരു കിലോയിൽമേൽ നിങ്ങൾക്ക് ലാഭം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹോട്ടൽ ബ്ലെൻഡ് വീഡിയോകളൊക്കെ നമ്മൾ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ ബ്ലെൻഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പല ബ്രാൻഡുകൾ ഉപയോഗിച്ചും പല ഗ്രേഡുകൾ ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ബ്രാൻഡ് എടുക്കുന്നുണ്ട്, നിലവിൽ എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഞാനായാലും ശരി, ഒരുപാട് ആളുകൾ മയൂര, സൂര്യനെല്ലി, AVT, കണ്ണൻദേവൻ, അതിന്റെയൊക്കെ കൂടെ തന്നെ ഈ ഒരു ചിന്നാർ പോലുള്ള ബ്രാൻഡുകൾ, ഇതിന്റെയൊക്കെ PD ഗ്രേഡ് ആണ്, ഇതിന്റെ RD ഗ്രേഡും SRD ഗ്രേഡും SFD ഗ്രേഡ് പോലുള്ള ഗ്രേഡുകൾ കിട്ടും. ഈ ഒരു ഗ്രേഡുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് നമുക്ക് വീട്ടിലിരുന്ന് തയ്യാറാക്കിയിട്ട് 100-120 രൂപ ഒരു കിലോയിന്മേൽ ലാഭം കിട്ടുന്ന രീതിയിൽ വരെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. കാരണം ഇപ്പൊ കോമ്പറ്റീഷൻ, ഇപ്പൊ മിക്ക ആളുകളും ഞാൻ നോക്കിയിട്ട് ഹോട്ടൽ ബ്ലെൻഡിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം നല്ല ലാഭം കിട്ടുമെന്നല്ല, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് നമ്മൾ നിലനിർത്തി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് നല്ല ലാഭം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പല ആളുകളും നല്ല ബ്രാൻഡുകൾ നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹോട്ടൽ ബ്ലെൻഡിനാണെങ്കിലും നമ്മൾ വെറുതെ ഒരു ബ്രാൻഡ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല. ഇതുപോലുള്ള നല്ല ബ്രാൻഡ് എടുക്കുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുതൽ മയൂരയൊക്കെ നമുക്ക് ഒരു 180-190 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ 130 രൂപയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ഒരു ബ്രാൻഡ് കിട്ടും. ഇത് നമുക്ക് അതിന്റെ കൂടെ ചേർക്കാൻ ബ്ലെൻഡ് ചെയ്യാം. എന്നാൽ ടേസ്റ്റ് കാര്യങ്ങളിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റും ഇതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ബ്ലെൻഡിന് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റും ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ചായക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ തേയില ആരും കംപ്ലൈന്റ് കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത്. ഒരുപാട് ഓർഡറുകൾ നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കുന്നത് വളരെയധികം ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡർ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു സ്വന്തമായിട്ട് ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോട്ടൽ ബ്ലെൻഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ബ്രാൻഡ് നിങ്ങൾ ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ 35 കിലോ വരുന്നുള്ളൂ, 130 രൂപ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഡീലറെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതേസമയം നിങ്ങളൊരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് ഇതുപോലൊരു ഫുൾ ബാഗ് എടുക്കാനായിട്ട് നോക്കുമ്പോ അവര് നിങ്ങളോട് പറയുന്ന വില എത്ര ആയിരിക്കും വെച്ചാൽ ചിലപ്പോൾ 145-150 രൂപയ്ക്ക് അവർ നെറ്റ് വില പറയുന്നത്. അതായത് ഒരു കിലോയിൽമേൽ നിങ്ങളോട് അവർ വില പറയുന്നത് ചിലപ്പോൾ 150 രൂപയ്ക്ക് നെറ്റ് പറയുന്നത്. എന്നാൽ ഒരു ഓപ്ഷൻ ഡീലറിനെയാണോ ഒരു ലേലക്കാരനെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിലോ ഒരു കിലോ നിങ്ങൾക്ക് കിട്ടുന്നത് 130 രൂപയ്ക്ക്. അപ്പൊ 20 രൂപ 150 രൂപയ്ക്ക് നിങ്ങൾ ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ 20 രൂപ ഒരു കിലോയിൽ നിങ്ങൾ കൂടുതലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ നഷ്ടപ്പെടുത്തി നിങ്ങൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ആ കച്ചവടം നിങ്ങൾക്ക് ശാശ്വതമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത വരും. അപ്പൊ ഇത് 2026 ഈ ഒരു മെയ് മാസത്തിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ലോട്ട് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടുന്ന ചിന്നാർ തേയിലയാണ്. ചിന്നാറിന്റെ പാക്കറ്റ് തേയിലകളൊക്കെ ഉണ്ട്. നമുക്കിത് 1 കിലോ 1/2 കിലോ പാക്കറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ശരാശരി ഒരു 60-70 രൂപ, ഇനി അതല്ല 100 രൂപ വരെ മേടിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് അത്രത്തോളം ഒന്നും ഈ ഒരു ബ്രാൻഡ് എടുത്ത് അത്രത്തോളം വിലക്കൊന്നും ഞാൻ നിങ്ങളോട് കൊടുക്കാനായിട്ട് പറയില്ല. നിങ്ങൾ ശരാശരി ഒരു 50 രൂപ മാർജിൻ ഒരു ലാഭം നിങ്ങൾക്ക് 130 രൂപ, നിങ്ങൾ 140 രൂപയ്ക്കാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങളൊരു 190 രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ നിൽക്കും. നിങ്ങൾ ഒരു 50 രൂപ ഒരു കിലോയിൽ നിങ്ങൾ മാർജിൻ ഉണ്ടാകും. ഒത്തിരി ഒന്നും നിങ്ങൾ കൂടുതൽ ഒരു ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ഒരു 80 രൂപ 90 രൂപ വരെയൊക്കെ മേടിക്കാം. അതല്ലാതെ ഇതൊരു ബ്രാൻഡ് മാത്രമായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു 50 രൂപ കൂടുതൽ നിങ്ങൾ മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരാതെ നിങ്ങൾക്ക് അത്യാവശ്യം ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ചിന്നാർ. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പൊ ചിന്നാറിന്റെ ഈ ഒരു ബ്രാൻഡ് എടുത്ത് വിൽപ്പന നടത്തുന്നുണ്ട്. 35 കിലോ PD ഗ്രേഡ് 35 അതേസമയം ഇതിന്റെ തന്നെ നിങ്ങൾ RD ഗ്രേഡ് എടുക്കുകയാണെങ്കിൽ 54 കിലോ തൂക്കം വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. SRD ഗ്രേഡ് ആണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് 54 കിലോ തൂക്കം വരും. ഈ ഒരു 35 കിലോ തേയില തൂക്കം വരുന്നതെന്ന് വെച്ചാൽ ഇത് PD ഗ്രേഡിലുള്ള തേയിലയായിട്ടാണ്. വലിയ തരി അത്രയ്ക്കും തരിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് കട്ടിങ്സ് ആണ് ഇത് തേയില കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ മുൻ വീഡിയോയിലും ഞാൻ ചിന്നാറിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള തേയില തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഇവരുടെ സെൻസ് കാര്യങ്ങളൊക്കെ 100 വർഷത്തെ പാരമ്പര്യമൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫുൾ ബാഗ് എടുത്ത് വെച്ച് വിൽപ്പന നടത്തുവാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ നല്ല നല്ല ബ്രാൻഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടർക്കും ബൈ.